ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. നമ്മൾ പലപ്പോഴും ബ്ലഡ് ടെസ്റ്റിലൊക്കെ കാണുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ഇത്രയാണെന്നൊക്കെ കാണും അല്ലെ. അപ്പോൾ അതെന്താണ് സംഭവം? ആദ്യമേ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഒരു ഫാറ്റ് സെല്ലാണ് ട്രൈഗ്ലിസറൈഡ്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനുശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാലറീസ് എടുത്തിട്ട് ബാക്കി എല്ലാത്തിനെയും അത് അവിടെ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, അപ്പൊ ഈ സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണ്? പിന്നീട് നമ്മുടെ ബോഡിക്ക് എനർജി വരുന്ന ആവശ്യം വരുമ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യും. പക്ഷെ അത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്തുണ്ടാവും? അത് അവിടെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആയി. നമ്മുടെ ബോഡി തനിയെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആകുമ്പോൾ എന്താവും? കൊഴുപ്പ് കിടക്കും, ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കിടക്കും. അങ്ങനെ കുറെ ദിവസങ്ങൾ കൂടുന്തോറും നമ്മുടെ ബോഡിയിൽ വെയിറ്റ് കൂടും, ഓവർ വെയിറ്റ് ആയി, ഒബീസായി. പിന്നെ ഇതിനൊരു അളവുണ്ട്. 150 അല്ലെങ്കിൽ 150യുടെ താഴെയാണ് നോർമൽ. ഇനി അതിന്റെ മുകളിലേക്ക് ആയാൽ ട്രൈഗ്ലിസറൈഡ് അത്ര കൂടുതലാണ്, അത് അത്ര ശരിയല്ല. ഈ ബ്ലഡ് ഇത് കൂടുതലാവുമ്പോൾ നമ്മുടെ ബ്ലഡ് തിക്കായിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് ഹാർട്ടിന് ഇഷ്യൂസ് വരുന്നതും സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വരുന്നതും ഒക്കെ വരുന്നത്. അപ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത്. പിന്നീടാണ് ഇത് ഫാറ്റി ലിവറൊക്കെ ആയിട്ട് മാറുന്നത്. സോ ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ എന്താണ്? ലിവറിൽ ഫാറ്റ്, ആ ഫാറ്റ് അവിടെ കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആർട്ടറീസിലുള്ള ബ്ലഡ് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കുറയാണ്. ഓക്കെ, പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് കപ്പിംഗ് ഇതിനെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഇൻഡയറക്ട്ലി ചോദിക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. കപ്പിംഗ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശരീരത്തിൽ നീർക്കെട്ട് മാറാൻ, വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്നത്. നമ്മളെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് ഓർഗൻസിനെ ഹെൽത്തി ആയിട്ട് ഒരു സ്റ്റേറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഓബ്വിയസ്ലി നമ്മുടെ ബ്ലഡ് പ്യൂർ ആവുമ്പോൾ ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡ് കുറേശ്ശെ കുറഞ്ഞു വരും. അപ്പൊ നമ്മുടെ ഭാഗത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഡെയിലി അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക. അത് ഏത് തരത്തിലുള്ള എക്സസൈസ് ആയിക്കോട്ടെ, പക്ഷെ ബെറ്റർ ഒരു ഡോക്ടറോട് ചോദിച്ച് ചെയ്യണം നല്ലത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം നല്ലോണം കുടിക്കണം. 2 ലിറ്റർ 3 ലിറ്റർ 4 ലിറ്റർ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ഏജിനനുസരിച്ച് നല്ലോണം വെള്ളം കുടിക്കണം. അതേപോലെ വെള്ളം കുടിക്കുക മാത്രമല്ല, അത് മൂത്രമായിട്ട് പോവുകയും വേണം. അടുത്ത കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് 3 നേരമാണെങ്കിൽ ആ 3 നേരം കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. ചിലർ പറയും ഞാൻ ഒരു നേരം കഴിക്കുന്നുള്ളൂ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. അതും അത്ര നല്ല കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്രയും കൊഴുപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന കാലറീസ് കൂടുതലാവുമ്പോൾ പ്രശ്നങ്ങളാണ്. മോർ ദ കാലറീസ് മോർ വെയിറ്റ് കൂടും. അങ്ങനെയും ഒരു കാര്യമുണ്ട്. പിന്നെ ചിലർക്ക് സ്ട്രെസ്സും ആങ്സൈറ്റി ഇതൊക്കെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്ട്രെസ്സും ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ ബോഡിയിലെ കാലറീസ് വലിച്ചെടുക്കുകയാണ്. അപ്പോഴും അവിടെ പ്രശ്നമാണ്. സോ എല്ലാം കണക്റ്റഡ് ആണ് ബേസിക്കലി. അപ്പൊ നമ്മുടെ ഭാഗത്ത് ചെയ്യണത് ചെയ്യുക. ഡയറ്റ്, മെറ്റബോളിസം ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഡയറ്റിൽ ഭക്ഷണം കഴിക്കുക. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഡൈജഷൻ കറക്റ്റ് ആവുള്ളൂ. ഡൈജഷൻ കറക്റ്റ് ആകുമ്പോൾ മാത്രമേ ഭക്ഷണം ദഹിക്കുള്ളൂ. ഓക്കെ, കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.